നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേരെ നമുക്ക് പേഴ്സണലി അറിയാം, പക്ഷേ കൂടുതൽ പേരെയും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാവും സ്വാധീനം എന്ന് പറയുന്നത്. ഒരു ഇൻസ്പിരേഷൻ, അതായത് ഒരാളുടെ ഒരു ജീവിതം കാണുമ്പോൾ നമുക്കും അതുപോലെ ആവണം, അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും എത്തണം എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടില്ലെങ്കിലും കുറച്ച് പേരുടെയൊക്കെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കറിയാവുന്ന എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 2 വ്യക്തികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ അറിയാം, കാരണം എൻ്റെ വീഡിയോയിൽ ബിഹൈൻഡ് ദ സീനിൽ പലപ്പോഴും അവരുടെ മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ജാൻചേട്ടൻ്റെ കസിൻ അമ്മു, അമ്മുവിൻ്റെ ഹസ്ബൻഡ് അനന്തു. അമ്മുവിൻ്റെ റിയൽ പേര് മേഘ്ന പ്രകാശ്, അതുപോലെ തന്നെ അനന്തുവിൻ്റെ ഫുൾ നെയിം അനന്തരാമൻ പുനുരാജ്. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദുബായിൽ അവരൊരു കുൽഫിലീഷ്യസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങാനുള്ള സാഹചര്യം, എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് അവരുടെ സക്സസ് സ്റ്റോറി ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നുകയാണെങ്കിൽ അതൊരു ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇങ്ങനെയാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ? നമ്മളെ ഫോർമലൊന്നുമല്ലല്ലോ. പിന്നെ നിന്റെ എന്തെങ്കിലും പേപ്പറൊക്കെ അത് മറന്നു പോയിരിക്കണം ചോദ്യം. പിന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കും. കുറെ നേരമായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട്. ആണോ? അപ്പൊ ഇവരാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മു ആൻഡ് അനന്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2-3 സീൻസിൽ കാണാറുണ്ട്. വിഷുവിന്റെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കുൽഫിലീഷ്യസിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമുക്ക് ആയിരത്ത് തുടങ്ങിയാലോ? ഫ്ലാഷ് ബാക്ക്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണം, കളറിലോ? കളറ് മതി. നിങ്ങൾ പരിചയപ്പെട്ടത് തുടങ്ങിക്കോ. പരിചയപ്പെട്ടത് എല്ലാവർക്കും അറിയില്ല. ഓക്കെ, ഞങ്ങള് MBA വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. പിന്നെ സ്ഥലമാണോ അത്? MBAക്ക് പഠിച്ചോണ്ടിരിക്കുന്നത് കോയമ്പത്തൂര് MBA ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ തന്നെ come to the point. ഞാനൊന്നുമല്ല. അയ്യോ, സത്യമായിട്ട് ഞാനല്ല കേട്ടോ. വേറെ ഐഡിയ കൊടുക്കല്ല. വീട് എവിടെയാ, നാട് എവിടെയാണ്? പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. അതെ, തിരുനെൽവേലി. അപ്പൊ തിരുനെൽവേലിക്കാരനും എന്താ പറയാ, നമ്മള് കൊച്ചിയല്ലേ? വീട്ടുകാര് സന്തോഷത്തോടു കൂടി നടത്തി തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് 2009-ലാണ് ദുബായിലേക്ക് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള റിസഷന്റെ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പിന്നെ ഇവിടെ അനന്തിന് ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് 2011 മോളായി. അപ്പോഴാണ് ഇങ്ങനെ ഭാര്യമാർക്കൊരു ഇതുണ്ടല്ലോ, വീട്ടിലിരുന്ന് ഭർത്താക്കന്മാരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടല്ലേ അത്? എവിടെ ഇല്ലാത്തത്. അതായത് വെറുതെ ഇരിക്കണു. അപ്പൊ ഇങ്ങനെ എന്താണ്, അതെ, മോള് പിന്നെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ആ ചൊറിഞ്ഞോണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ എല്ലാം ക്രെഡിറ്റ് എനിക്കാണ്. 2013 ആയപ്പോ തൊട്ടാണ് ഞങ്ങള് ഒരു 2 years ആയി, മോൾക്ക് 2 years ആയപ്പോ we went to ഹൈദരാബാദിൽ പോയപ്പോഴാണ്. ചുമ്മാ പോയതാണോ അതോ ഈ ഒരു അനന്തിന്റെ ചിറ്റപ്പൻ അവിടെയുണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പോ ഞങ്ങളൊരു വെറുതെ ടൂറിന് വേണ്ടി പോയപ്പോഴാണ് ഞങ്ങളൊരു കുൽഫി കടയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഹൈദരാബാദിൽ എത്തുന്നു, കുൽഫി കഴിക്കാൻ പോകുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ കുറെ ടൈപ്സ് ഓഫ് കുൽഫീസ് ഞങ്ങൾ കാണുന്നത്. അതും കുൽഫി നമ്മളുടെ എന്റെ അഭിപ്രായത്തില് ഓർമ്മയില് ഈ സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ മലായി പിസ്ത മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വെച്ചിട്ടാണ് മനസ്സിലാവുന്നത് അത് കട്ട് സ്ലൈസ് ആയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അറൌണ്ട് 20 ഫ്ലേവേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു.
അപ്പോ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി, എന്താണിത്, നല്ലൊരു സംഭവമാണല്ലോ. പക്ഷെ ഞങ്ങൾ ആകെ ഒരു 4 ദിവസത്തിന് വേണ്ടിയിട്ടാ പോയത്. 4 ദിവസം പോയിട്ട് 2 ദിവസം കുൽഫി കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ അത് കൂടുതൽ ഇൻവൈറ്റിംഗ് ആയിരുന്നു. വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ എവിടെ പോയാലും മലായ് പിസ്ത സാഫ്രൺ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അത് പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നു വന്നാൽ നമുക്ക് എന്ത് ചെയ്താലോ. പക്ഷെ ഇവിടെ വെച്ചിട്ട് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് ആക്ച്വലി എറണാകുളത്ത് ചെയ്യാം, അവിടെ കുറച്ചും കൂടെ നമുക്ക് നാടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ അത് ആലോചിച്ചപ്പോ നാട്ടില് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെയാണ് നാട്ടില് ചെയ്യാനായിട്ടുള്ള ഒരു സിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോ ഇവിടെ തുടങ്ങാം എന്നുള്ളടുത്ത് വന്നലായി. ആക്ച്വലി അതാണ്. പിന്നെ ഞങ്ങൾ ഈ ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ ചെയ്ത് ഞാനും പാർട്ട്ണറും ചെന്നൈക്കാരനാണ്, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ, ഒപ്പം ജോലി ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എത്ര ദിവസം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും, സ്വന്തമായിട്ട് തുടങ്ങണ്ടെന്നൊക്കെ സംസാരിക്കുമ്പോ വെറുതെ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്ക് ഒരു കുൽഫി കട തുടങ്ങാലോ. അങ്ങനെ ചിരിച്ച് കഴിഞ്ഞിട്ട് പോയി. അപ്പോഴും അങ്ങനെ ഒരു വലിയൊരു ഡിസിഷനിലോട്ട് എത്തിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രോസസ് എന്താണ് അതിന്റെ ട്രേഡ് ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒരു കട എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഒന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പാർട്ട്ണറിന് ഒരു ഇൻട്രസ്റ്റ് കൂടി. അപ്പൊ പറഞ്ഞു, പാർട്ട്ണറുടെ പേര് നിലേഷ് ആൻഡ് സവിത. അപ്പൊ ഞങ്ങള് 4 പേരും കൂടെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കുറെ മീറ്റിംഗ്സ് വെച്ചു, പിന്നെ സ്ഥലം നോക്കി. പുതിയതിനെ കുറിച്ച് കുറെ പഠിച്ചു, സ്റ്റഡി അതിൽ തന്നെ ചെയ്തു. എന്താണ് കുറെ സ്ഥലത്ത് പോയി കുൽഫി കഴിച്ചു. പ്രോഡക്ട്സ് ലുലുവില് കിട്ടുന്നതോ അല്ലാതെ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണല്ലോ. പിന്നെ മാർക്കറ്റിനെ പറ്റി നോക്കി. പിന്നെ എവിടെയൊക്കെ നോക്കിയിട്ടും ഞങ്ങൾ ഇവിടെ എവിടെയും ഈ മലായ് പിസ്ത സാഫ്രൺ അല്ലാണ്ട് വേറെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. തുടങ്ങുന്ന ഇത് ഭയങ്കര ചെറുതായിട്ട് തുടങ്ങാൻ വിചാരിച്ചതാണ്, ജസ്റ്റ് ഒരു കൗണ്ടർ വെച്ചിട്ട്. ബിക്കോസ് ഞങ്ങൾ ഹൈദരാബാദിൽ പോയപ്പോ കണ്ടത് വെറുതെ ഒരു ചെറിയ കടയില് അവരുടെ ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ചെറിയ കട, നത്തിങ് ഫാൻസി. ഇവിടെ ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ ദുബായ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏത് തരത്തിലുള്ള ഫുഡും ഏത് തരത്തിലുള്ള എന്താണ് ട്രെൻഡും സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെന്താ, നമ്മൾക്ക് എല്ലായിടത്തും കാണാം നമുക്ക് നാടനായിട്ടുള്ള കാര്യങ്ങളോട് ഒരു അട്രാക്ഷൻ കൂടുന്നത്. ഇവിടെ എല്ലാരും നമ്മുടെ നാട് വിട്ടിട്ട് ഇവിടെ നിൽക്കുന്നു. അപ്പൊ എല്ലാവരും നാടിനെ മിസ് ചെയ്യും. അപ്പൊ ആ ഫ്ലേവേഴ്സും ആ ഫീലിംഗും കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചെറിയ ചെറിയ ഷോപ്സ് ആണ് ആദ്യം നോക്കിയത്. ചെറിയ ഷോപ്പിലാണ് തുടങ്ങിയത്, അങ്ങനെ തുടങ്ങാൻ വിചാരിച്ചതാണ്. പിന്നെയാണ് നമ്മൾക്ക് ഈ സ്ട്രൈക്ക് ആയത് കുൽഫി ഉണ്ടാക്കണ്ടേ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോ അതും ആ ഷോപ്പ് അപ്പോൾ എന്റെ പാർട്ട്ണർ നാദാലിൽ താമസിക്കുകയാണ്. അപ്പൊ അവിടെ വാക്കിങ്ങിന് പോയപ്പോൾ കണ്ടതാണ് ഈ ഷോപ്പ്. കണ്ടപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ഈ കാലിക്കറ്റ് അവിടെ ഹോട്ടൽസ് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ കാലിക്കറ്റ് പാരഗണ് അവർ ബിൽഡപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇവിടെ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അത് കുറച്ച് യൂട്ടിലൈസ് ചെയ്യാം, ആ കസ്റ്റമേഴ്സ് കുറച്ച് നമുക്കും കിട്ടുമല്ലോ. അങ്ങനെയാണ് ആ ഷോപ്പ് എടുത്തത്. അപ്പൊ അതിന്റെ ഈ ഡിസൈൻ ഒക്കെ ഈ കോൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. കുറെ ഞങ്ങള് ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയപ്പോ ഗൂഗിളിലായാലും വിക്കിപീഡിയയിലും കുൽഫിയുടെ ഒറിജിൻ അതെല്ലാം നോക്കിയപ്പോ അതൊരു മുഗൾ ഈറയിലാണ് തുടങ്ങുന്നത്. അവിടെയാണ് അത് ഫേമസ് ആവുന്നത്. പേർഷ്യൻ ആ ടൈമിലും മുഗൾസിന്റെ ടൈമിലുമാണ് അത് തുടങ്ങുന്നത്. അപ്പോ നമുക്കൊരു ഫീൽ വന്നു, ഓക്കെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാം. അപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു ഇന്റീരിയർ ഡിസൈനറിനെ കിട്ടി. ആ ഡിസൈനറിന്റെ അടുത്ത് ഞങ്ങളുടെ ഐഡിയാസ് ഫുൾ പറഞ്ഞപ്പോ അത് പേപ്പറിൽ നല്ല കറക്റ്റ് ആയിട്ട് എവിടെയാണ് എന്താണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഈ ഹെൽപ്പ് നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇത്രയും നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പോൾ എല്ലാം ഒരു റോഡ് സൈഡ് എഫക്റ്റ് കൊടുക്കാം, റോഡ് സൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കാം. അപ്പോ ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ് മിൽക്കാണ്. സൈക്കിള് പാൽപ്പാത്രം. ഓട്ടോനെ കൊണ്ടുവന്നേ നമ്മുടെ ദുബായിലെ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന ആൾക്കാര്. അതാ സൈക്കിൾ എന്താണെന്ന് വെച്ചാല് നമ്മള് നാട്ടിൽ വെച്ചിട്ട് കാണുന്നത് ഈ ഐസ് ആയാലും അവിടെ ബെല്ലടിച്ചോണ്ട് വരുന്നത് ആ കാട്ടിലാണ്, ഐസ്ക്രീം ആയാലും നമ്മള് കാട്ടിലാണ്. അപ്പൊ അത് എന്തായാലും വേണമെന്ന് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ നമ്മള് ഇവിടെ കാണാത്ത ആക്ച്വലി ഈ ഓട്ടോ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ പാർട്ട്ണർ നിലേഷിന് ഭയങ്കര താല്പര്യമായിരുന്നു. എല്ലാം നിലേഷിന്റെ ഐഡിയ ആണ് അത്. ഞാനും മരുന്നൊക്കെ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര കോസ്റ്റ് ആവുന്നു, ശരിയാവുന്നില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒന്നും നിൽക്കുന്നില്ല. നിലേഷ് ഒറ്റ കാലിൽ നിന്ന് പറഞ്ഞു പറ്റില്ല, എനിക്ക് ഓട്ടോ കൊണ്ടുവന്നേ പറ്റും. ഞങ്ങൾ ആക്ച്വലി അവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ പോലെ ആക്കാന്നൊക്കെ, പക്ഷെ അപ്പൊ അത് ടീമിനനുസരിച്ച് പോവില്ല, റോഡ് സൈഡ് ടീമിന് പോവില്ല. പിന്നെ സത്യം നാദയിലാണ് ഫസ്റ്റ് ഷോപ്പ് തുടങ്ങിയത്. അത് 2014 ഓഗസ്റ്റിൽ തുടങ്ങി. ഇപ്പൊ 4 ഇയേഴ്സിൽ കൊറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മള് ആ ഷോപ്പ് എടുത്തത് 2013 ഒരു വർഷം തുടങ്ങി മീൻസ് തുറന്നില്ല. അത് ആക്ച്വലി മെയിൻലി ഇൻഎക്സ്പീരിയൻസ് ആണ്. ഇൻഎക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ വേറെ എവിടെയും ഈ മെഷീൻ കിട്ടില്ല, ഈ കുൽഫിയുടെ മെഷീൻ കിട്ടുന്നില്ല. അപ്പോ നമ്മൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നമുക്ക് വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു പരിശ്രമമാണ് ശരിക്കും. അതും ഞങ്ങള് ആദ്യം തുടങ്ങുമ്പോ നാദയിൽ വെച്ച് തുടങ്ങുമ്പോ ഇതെല്ലാം റെഡിയാക്കി അവസാനം ഈ ആളെ കൊണ്ടുവരണ്ടേ. അതെ, കുൽഫി ഉണ്ടാക്കണത് നമുക്ക് സാധാരണ ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഇത് കുൽഫീനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് 4 hours ഇളക്കി അതിനെ പരിവാക്കണമെങ്കിൽ അതതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിലൊക്കെ ഒരാള് കറക്റ്റ് ചീരി പരിചയമുള്ള കൈനകത്ത് അടക്കമുള്ള ആളെ തന്നെ വേണം. അപ്പൊ അതിന് ആനന്ദ് നാട്ടിൽ പോയി, ബോംബെ പോയി, കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു. ആദ്യം ഹൈദരാബാദിൽ പോയി കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ ബോംബെ പോയി, അവിടെയൊക്കെ നിലേഷിന്റെ ഫ്രണ്ട്സും ഷെഫായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ സംസാരിച്ച് പിന്നെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ദൈവം സഹായിച്ച ഒരാളെ കിട്ടി. അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർക്കൊന്നും പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ടിനായിട്ട് കുറെ നാള്, അപ്പൊ അത്രയും നാള് ഞങ്ങളുടെ റെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2013 എടുത്ത് ഓൾമോസ്റ്റ് 2014 ഓഗസ്റ്റ് വരെ അപ്പൊ നല്ല പ്രഷർ. എല്ലാരും ചോദിച്ചോണ്ടിരിക്കണ എന്തായി. പിന്നെ നമുക്കും അങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഉത്തരവില്ല, ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കണം. അടുത്ത കടയായപ്പോഴേക്കും ഏകദേശം മനസ്സിലായി. പക്ഷേ ലൈസൻസ് കിട്ടാൻ ഒരുപാട് സമയം എടുത്തോ? ഇവിടുത്തെ ലൈസൻസിന്റെ കാര്യം ഭയങ്കര എളുപ്പമാണ്. ഇപ്പം കൂടുതൽ എളുപ്പമായി, അപ്പോഴും എളുപ്പമായിരുന്നു. ഇപ്പൊ ഫുൾ ഓൺലൈനായി, കൗണ്ടറിൽ പോയി ചെയ്യാം. ഇപ്പൊ ഓൺലൈനായി വീട്ടിൽ തന്നെ ചെയ്യാം. ലൈസൻസിനെ കുറിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുൾ നമ്മുടെ ഇൻഎക്സ്പീരിയൻസ് ഈ ആൾക്കാർ ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നെയാണ് ആ ഷോപ്പ് എടുക്കേണ്ടത്. പക്ഷെ നമ്മള് വിചാരിച്ചത് ആ ഷോപ്പ് പോയി കഴിഞ്ഞാലോ, അതിനാണ് അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. സോ അങ്ങനെ ആള് വന്നിട്ട് ആണ് തുടങ്ങുന്നത്. മീൻസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. റെസിപ്പി നമ്മുടെ റെസിപ്പി ആള് നമുക്ക് എങ്ങനെ നമ്മള് പറയുന്നത് ചെയ്യും, പക്ഷെ റെസിപ്പി ഫുൾ ആൻഡ് ഫുൾ നമ്മളാണ് ഉണ്ടാക്കണം. അപ്പോ അതിന് ഇന്നോവേറ്റീവ് ആയിട്ട് ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഹേർഡിൽ എന്തായിരുന്നു വെച്ചാല് നാട്ടിൽ അവർ യൂസ് ചെയ്യുന്നത് ബഫല്ലോ മിൽക്കാണ്, ഇവിടെ കിട്ടില്ല. അപ്പോ അവിടെ ഞങ്ങൾക്ക് ആദ്യത്തെ അടിയായി. പിന്നെ അത് ചിരിപ്പോയി, ഒട്ടും പറ്റില്ല. പിന്നെ ഞങ്ങള് ഓരോ ടൈപ്പ് ഓഫ് മിൽക്ക് നോക്കി ടെസ്റ്റ് ചെയ്ത്, ചിലര് ഭയങ്കര ഉപ്പ് കൂടുതലായിരിക്കും, ചിലര് ഉപ്പ് കുറവായിരിക്കും, ചിലര് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും,
പിന്നെ നോക്കി 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 അങ്ങനെ കുറെ വേസ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ലാസ്റ്റ് ഡബിൾ ക്രീം മിൽക്കാണ് പെർഫെക്റ്റ് ആയിട്ട് ആ കൺസിസ്റ്റൻസി ആ ക്രീമി എഫക്റ്റ് കിട്ടുന്നത് ഡബിൾ ക്രീമിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ ട്രൈ ചെയ്ത് വന്നപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇല്ല ടേസ്റ്റും ക്വാളിറ്റിയും ആംബിയൻസ് നമുക്ക് ആ പാട്ടും ആ 70s 80s പാട്ടാണ് ഞങ്ങൾ ഫുൾ വെച്ചിരിക്കുന്നത്. നാട്ടിലത്തെ ഒരു എഫക്റ്റ് മീൻസ് ഒരാൾ ആ കടയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും റോട്ടില് നമ്മള് എന്താണ് റോട്ടിൽ എന്തൊക്കെയാ കാണുന്നത്. പെഡസ്ട്രിയൻ ക്രോസിംഗ് ആയാലും സ്റ്റിക് നോബിൾസ് ആയാലും വാൾസിനൊക്കെ സ്റ്റിക് നോബിൾസ് കാണും. പിന്നെ സിനിമ പോസ്റ്റേഴ്സ്, പിന്നെ ലൈറ്റ് ലാമ്പ് പോസ്റ്റ്, നമ്മുടെ പഴയ ആന്റിന ഉണ്ടല്ലോ അത് അപ്പൊ അതെല്ലാം ഞങ്ങളെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തു. പക്ഷെ ഇത് ഈ പ്രോഡക്റ്റില് ഒന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കുറെ ഫ്ലേവേഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്തു. ടെസ്റ്റിംഗ് ടൈം അതാണ് ഈ വണ്ണം കൂടുന്ന രഹസ്യം. വണ്ണം കൂടിയ ഞാൻ എങ്ങനെ ചോദിക്കാറുണ്ട്. പാവം അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി സ്വയം ബലിയാണ്. പക്ഷെ വണ്ണം കൂടുന്നില്ല. ഇത് എക്സ്പെരിമെന്റ് അത് റെഡിയാക്കാൻ അതിന്റെ കാര്യം ആദ്യം മീന പറഞ്ഞ പോലെ ട്രൈ ചെയ്തത് വെറും 1 ലിറ്റർ 2 ലിറ്റർ അല്ല, 800 ലിറ്ററാണ്. അതും വേസ്റ്റേജ് ആയത്. തരത്തിലുള്ള മിൽക്ക് ആദ്യം. അപ്പൊ ഫ്രഷ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, ക്യാമൽ മിൽക്ക്, ഗോട്ട് മിൽക്ക് എല്ലാം ട്രൈ ചെയ്തു ഞങ്ങള്. എല്ലാം ഇവിടെ കിട്ടുന്ന എല്ലാ മിൽക്കും ട്രൈ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ആദ്യം എല്ലാ ഫ്ലേവേഴ്സും ഇങ്ങനെ ട്രൈ ചെയ്തു. ഞങ്ങളുടെ മനസ്സിൽ വരുന്നതും ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് നോക്കിയതും ഇന്റർനെറ്റിൽ നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് പാലിന്റെ കൂടെ ചേരുന്ന ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് പലയിടത്തിലും കുൽഫി കിട്ടുമ്പോ എല്ലായിടത്തും ഒരു ഏലക്കയുടെ ഫ്ലേവേഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ ഏലക്കയ്ക്ക് മാത്രമേ ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പ്ലെയിൻ ഫ്ലേവേഴ്സ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ വെച്ചു കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വേണം. അപ്പൊ കുറച്ച് കോമ്പിനേഷൻസ് ആയിട്ട് ജെല്ലി ഫ്ലേവേഴ്സും ഫലൂഡ പോലത്തെ ഫ്ലേവേഴ്സ്, ഫലൂഡ സെയിം ഇട്ടിട്ടുള്ള കുറച്ച് ഫ്ലേവേഴ്സ്, അങ്ങനെ ഫ്ലേവേഴ്സ് എക്സോട്ടിക് ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ ഷേക്സ്, കോഫി. അപ്പൊ കോഫി ഷേക്സ് ഇത് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫലൂഡ ഷേക്ക് എന്ന് പറയുന്നത് നോർമൽ ഷേക്ക് അല്ല നമ്മൾ കൊടുക്കുന്നത്. ശരി. അപ്പോ വിത്ത് കുൽഫി എല്ലാം വിത്ത് കുൽഫി, എല്ലാം വിത്ത് കുൽഫിയാണ്. ഫലൂഡ ആയാലും ശരി, ഷേക്ക് ആയാലും ശരി, കോഫി, കോൾഡ് കോഫി അതാണ് നമ്മുടെ കുൽഫിലിഷ്യസിലുള്ള ട്രൂ ടു आवर നെയിം ആണ് കുൽഫിലിഷ്യസ്. കുൽഫിനെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബേസ് എല്ലാം. അതുപോലെ നാട്ടില് ഉള്ള കുൽഫിയും ഇവിടെയും കുറെ കുൽഫി ഇത് വന്നിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ പിസ്ത കുൽഫി എന്ന് പറഞ്ഞാൽ അത് പച്ച കളറാണ്. അതെ അതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് അതിന്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ കളറിങ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നുമില്ല. മീൻസ് കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്, അതിൽ ആർട്ടിഫിഷ്യൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചോക്ലേറ്റും വാനിലാവും ഈ പറയുന്ന ഓറിയോവും ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങോ കളറിങ്ങോ ഒന്നും ആഡ് ചെയ്യില്ല. അപ്പൊ മാംഗോ കുൽഫി എന്ന് പറഞ്ഞാൽ പ്യുവർ മാംഗോ വെച്ചിട്ടുണ്ട്. ചിക്കു കുൽഫി എന്ന് പറയുമ്പോ പ്യുവർ നമ്മളെന്നെ ഫ്രൂട്ട്സ് മേടിച്ച് നമ്മളെന്നെ പ്യൂരി ഉണ്ടാക്കി നമ്മളെന്നെ. ചിലപ്പോ നമ്മളിപ്പോ ഓർഡർ ചെയ്യുമ്പോൾ പലതും ഈ മറ്റേ ടേസ്റ്റ് സിന്തറ്റിക് ടേസ്റ്റ് പലതും ഫീൽ ചെയ്യാറുണ്ട്. അതും ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് അഗെയിൻസ്റ്റ് വന്നതെന്ന് വെച്ചാൽ കുറെ കസ്റ്റമേഴ്സിന് ചോദിച്ചു പിസ്ത എന്താ പച്ച കളർ അല്ലാതെ, പിസ്ത കളർ ഗ്രീൻ അല്ലാത്തത്. അത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഗ്രീൻ കളറും കുറച്ച് പിസ്ത പക്ഷെ അങ്ങനെയല്ല നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ പിസ്ത എന്ന് പറയുമ്പോൾ പിസ്ത മേടിച്ച് അത് പൊടിയാക്കി അത് പാലിൽ മിക്സ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫുൾ ലൈക്ക് ഫ്രം ദ ഗ്രൗണ്ട് സ്ക്രാച്ച്. പിന്നെ ഇതിനു വേണ്ടിട്ട് ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ആയിട്ടൊന്നും ആഡ് ചെയ്യില്ല. ഓൺലി മിൽക്ക്, ഷുഗർ ആൻഡ് വാട്ടർ ഫ്ലേവർ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുറെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് തരും ഇങ്ങനെ ഷുഗർ ലെവൽ കുറച്ച് കുറയ്ക്കണം. അപ്പൊ ഞങ്ങള് മെയിൻലി കുറെ പേർക്ക് ഷുഗർ ലെവൽ കൂടുതലാണ്. രണ്ട് തരത്തിലുണ്ട്. അപ്പൊ ഞങ്ങള് നോർമൽ ആയിട്ടാണ്. ഫൈനലി ഞങ്ങളൊരു ഓപ്ഷൻ വന്നു ഷുഗർ ഫ്രീ കുൽഫി. ഷുഗർ ഫ്രീ കുൽഫി വേണമെങ്കിൽ ഷുഗർ ഫ്രീ കുൽഫി, അത് ചോക്ലേറ്റ്
ഫ്ലേവറിലുണ്ട് മലൈ ഫ്ലേവറിലുണ്ട്. അങ്ങനെ ഓരോരോ സജഷൻസ് കസ്റ്റമേഴ്സ് പറയുമ്പോൾ ഞങ്ങൾ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഓറിയോ കൊണ്ടുവന്നത്. പിള്ളേർക്ക് ഇഷ്ടമാണ് അത്. എന്റെ മക്കൾക്ക് അവിടെ വന്ന് അത് കൂടുതൽ അതൊരു നൊസ്റ്റാൾജി അല്ലേ, എല്ലാം അവൈലബിൾ ആണ് സംഭവം. അവിടെ നിന്ന് പോയി കിട്ടി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഓട്ടോറിക്ഷയിൽ തന്നെ ഇറങ്ങില്ല. ഓട്ടോറിക്ഷ കണ്ടായിട്ട് നിങ്ങളെ മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ മലയാളികൾക്ക് എത്രമാത്രം സുപരിചിതമായി കുൽഫി എന്നുള്ള സംഭവം. അതായത് നമ്മൾക്ക് ഞാനിപ്പോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, എനിക്ക് വലിയ അറിയില്ലായിരുന്നു. അറിയാം കുൽഫി എന്നുള്ള സമീപം മോള് പറഞ്ഞ പോലെ അത്ര ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ കൂടുതൽ വരുന്ന കസ്റ്റമേഴ്സ് ആരാണ്? ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റ് പാരഗൺ ഞങ്ങൾക്കൊരു ഹെൽപ്പാണ് എന്ന് വിചാരിച്ചിട്ട് മീൻസ് അവിടെ വരുന്നത് കുറച്ച് അട്രാക്ട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങള് പ്ലാൻ ഉണ്ടായിരുന്നത്. ലൊക്കേഷനും ഞങ്ങൾ എന്തായാലും ഫൈനലൈസ് ചെയ്തത് അതൊക്കെ കണ്ടാണ്. അപ്പോ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ കുൽഫി മലയാളികളുടെ ഇടയില് അത്രയ്ക്ക് അറിയില്ല, ഫേമസ് ആയിരുന്നില്ല എന്നുള്ളത്. മലയാളീസിനും അറിയാം, പക്ഷെ നോർത്തിൽ പോയി കുറച്ച് പരിചയമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കുറെ പേർക്ക് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് കുൽഫി തന്നെ കുറച്ച് പോപ്പുലർ ആയിരുന്നില്ല. അപ്പൊ എന്താണ് കുൽഫി, എന്താണ് ഐസ്ക്രീം ആയിട്ടുള്ള എന്താ ഡിഫറൻസ്? ബേസിക്കലി ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആണ്. കുൽഫി കുറച്ചും കൂടെ ക്രീമിയർ ആണ്, കുറച്ച് കൂടുതൽ. അതെ, ഇപ്പൊ നമുക്ക് മലയാളികളുടെ അടുത്ത് പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം പറയണമെങ്കിൽ ഒന്ന് പാലട പോലെ, ഒന്ന് സേമിയ പായസം പോലെ. സേമിയ പായസത്തിന് നമ്മള് ലൈറ്റ് ആയിട്ടാണല്ലോ, മറ്റേ പാലടയ്ക്ക് നല്ലോണം തിക്കായിരിക്കും പാല്. കുറെ പേരോട് ഞങ്ങൾക്കത് പറഞ്ഞ് പിന്നെ കുൽഫി എന്നുള്ള പേര് കേൾക്കുമ്പോ അവർക്ക് എന്താണ് ഏതാണ് അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫിനെ പുറത്ത്, ഞാൻ കുറെ നാള് പുറത്ത് നിന്നിട്ടുണ്ട്, കുറെ പേരെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് സംസാരിച്ച് ഇതെന്താണ് കോൺസെപ്റ്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു നാലഞ്ച് പേര് അപ്പോ ഫസ്റ്റ് ഉണ്ടായിരുന്ന UD അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്താ വെച്ചാൽ അവരും ഇതിനനുസരിച്ചിട്ട് അവരെയും ഞങ്ങൾ വിസ എടുത്തിട്ട് കുറെ നാള് വെയിറ്റ് ചെയ്യിപ്പിച്ചു തുടങ്ങേണ്ട സംഭവം. അപ്പൊ അതുവരെ അവരും ഞങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങളുടെ സ്ട്രഗിൾസിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫ്ലേവറാണ് പാൻ. അതിപ്പോ നല്ലൊരു ഹിറ്റാണ്, ഭയങ്കര മൂവിങ് ആണ്. അപ്പൊ ഇത് കടയുടെ ടൈമിംഗ് ഇപ്പൊ എങ്ങനെയാണ്? 1 to വീക്ക് ഡേയ്സ് ആണെങ്കിൽ 12 AM വരെ, രാത്രി മിഡ്നൈറ്റ് വരെ, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ Thursday and Friday 2 AM വരെ. പക്ഷെ ഇപ്പൊ ഷാർജയില് എന്തായാലും 12 വരെ ഉള്ളൂ. അവിടെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ട്? അല്ലാതെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പ്, പിന്നെ സെക്കൻഡ് ഷോപ്പ് കരാമ, തേർഡ് ബർഷ, ഫോർത്ത് ആണ് ഷാർജയിൽ ഹെൽത്ത് കെയർ സിറ്റിയിൽ ഒരു കിയോസ്ക് ഗ്രബ്ഷാക്ക് എന്നുള്ള റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ആപ്പയാണുള്ളത്, മറ്റേ പഴയ പെട്ടിയോട്ടം ഉണ്ടല്ലോ ആ ഷേപ്പിലാണുള്ളത്. പിന്നെ ഇപ്പൊ ഓപ്പൺ ടു ഫ്രാഞ്ചൈസി അതെ. 2 ദിവസം മുമ്പ് ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഇബിൻ ബത്തൂത്തയിൽ ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് പൈനിയേഴ്സ് ആയി കുൽഫിയില് ഇവിടെ ദുബായില് പലരും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് തോന്നുന്നുണ്ട് പുതിയ ആൾക്കാർ വരുമ്പോ? അല്ല, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ പുതിയതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മളാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. ഈ ഐഡിയ, ഈ കോൺസെപ്റ്റ് ഇപ്പോഴും അവരുടെ ഷോപ്പ് നോക്കിയാല് ഈ കോൺസെപ്റ്റ് അല്ല അത് അവരുടെ നോർമൽ ഷോപ്പും കുൽഫി കൊടുക്കുന്നതും അങ്ങനത്തെ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നോ പ്രിസർവേറ്റീവ്, നോ കളർ, അതല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ സ്വന്തം കളേഴ്സും ഇതൊക്കെ ഉണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരും. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഇതേപോലെ ഒരുപാട് കുൽഫിയുടെ ഇത് കാണുന്നുണ്ട്. പണ്ട് നിങ്ങളുടെ കട ചെറിയ ചെറിയ കടകൾ ഞങ്ങൾ ഇവന്റിൽ പോയാലും കുറെ ഷോപ്സ് കാണാറുണ്ട്, കുൽഫി അവര് വിൽക്കുന്നതും കാണാറുണ്ട്.
അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോ ഏത് ഇതാണെങ്കിലും അത് വന്നിട്ടേ അറിയാലോ. അല്ല അതെ ഞാൻ പറയാം, നമ്മൾ എന്ത് ചെയ്യുന്നു അത് നല്ല രീതിയിൽ ചെയ്യാം. മുന്നോട്ട് എപ്പോഴും സക്സസ് തന്നെ ഉണ്ടാവുള്ളൂ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ഡ്രീം എന്താണ്? ഐ മീൻ ഇനിയിപ്പോ ഇതിനെ കണ്ടിന്യൂ ചെയ്യാനാണ് അത് വേറെ എന്തെങ്കിലും, അല്ല എന്താ പറയാ, നമ്മളെ മനസ്സിൽ ഇനി വേറെ പുറത്തേക്ക് പോവാനോ? അതെ, അതുണ്ട്. ആക്ച്വലി പ്ലാൻ ഉണ്ട്, ലൈക് GCC ഒന്ന് സ്റ്റെബിലൈസ് ആവണം എന്നുണ്ട്. തുടങ്ങിയത് ആ മൈൻഡ്, അതിൽ ആ വിഷനൊന്നും സക്സസ് ആവണം എന്നുള്ളത് മാത്രം. ഇപ്പൊ അത് ഉണ്ടായ കാരണം ഒരു വിഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്രാഞ്ചൈസി റിക്വസ്റ്റ് ഒരുപാട് തുടങ്ങിയപ്പോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചത് നമ്മള് അപ്പോഴ് നമ്മൾ സ്റ്റഡി ആദ്യം നമ്മൾ സ്റ്റെബിലൈസ് ആവണം. പിന്നെ നമുക്ക് ഫ്രാഞ്ചൈസിന് പറയുമ്പോ നിങ്ങൾ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അത് അവര് അല്ല, ഞങ്ങളുടെ പ്രോഡക്റ്റ് നമ്മളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യും. നമ്മുടെ പേര് അവര് ആ കടയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ മാനേജ് ചെയ്യും. ആ ഷോപ്പ് നിങ്ങളുടെ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. നമ്മളാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യും. പ്രോഡക്റ്റും പിന്നെ ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ചില നമ്മൾ ഫ്രാഞ്ചൈസി ആണെന്നെങ്കിൽ ചില കടയിൽ പോകുമ്പോ നമ്മള് ഒറിജിനൽ കടയിൽ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നമ്മൾ മറ്റേത് കഴിക്കുന്നത്. ആ കാര്യത്തില് അത് ഫ്രാഞ്ചൈസി മാത്രമല്ല, നമ്മള് കുറെ ബ്രാഞ്ചസ് തുടങ്ങിയപ്പോ ഈ പ്രശ്നം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം സെൻട്രലൈസ് ആക്കിയത്. ഈവൻ പ്രൊഡക്ഷൻ ആയാലും ശരി, അപ്പൊ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്യണം. അതാണ് എന്താ വെച്ചാൽ പ്രോഡക്റ്റിൽ എന്തായാലും കോംപ്രമൈസ് 800 ലിറ്റർ ഒന്നും അല്ലെങ്കിലും 9 ലക്ഷത്തിനിടയ്ക്ക് കൂടെ എത്ര കളഞ്ഞെന്ന് എനിക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രീൻ പാർക്ക് അടുത്ത് പുറത്തുള്ളവരുടെ വിളിച്ച് പറയാൻ പിന്നെ പൈസക്ക് അതിന് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഭർത്താവ് അല്ല സത്യമില്ല. അത് മറ്റേത് നിനക്ക് ഇപ്പൊ നിന്റെ ഗുണം പറഞ്ഞോണ്ടല്ല, ഇപ്പൊ എന്താ പറയാ, തിരിച്ച് ഭർത്താവ് ഓഫീസിൽ നിന്ന് വരും, ഇന്ന് എത്ര ചെലവായി എന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കുന്ന കാര്യന്മാരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. 2000 പണ്ടൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് 2000 ദിർഹംസ് അല്ലെങ്കിൽ 3000 ദിർഹംസ് തരുമായിരുന്നു ചേട്ടാ മാസം ചെലവെന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് നീ ചെലവാക്കിക്കോന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കാർഡ് ഇപ്പൊ പുറത്തു പോയി എന്നോട് ആപ്പിൾ പേ അല്ലേ ഞാൻ പൈസ എടുത്തിട്ട് ഞാൻ കാർഡില്ല, ഞാൻ കുറിച്ച് പറഞ്ഞ കാരണം എന്റെ കാർഡ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മുഴുവനും ചേട്ടൻ്റെ അല്ലേ, ഞാൻ കാർഡൊന്നും സംഭവം ഉപയോഗിക്കുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് കുറവും ഔട്ട്പുട്ട് കൂടുതലും കൊടുക്കുന്നതാണ് നമ്മളെല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ്, ഐഡിയോളജി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മള് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ബാക്കി കടയിൽ പോയിട്ട് കടയിലൊക്കെ പോയി ഇരുന്ന് കാണിച്ചു തരാം എന്താണ് പറഞ്ഞതുകൊണ്ട് മുഴുവൻ മനസ്സിലാവില്ല. അപ്പൊ അവിടെ പോയി ഇന്ത്യയിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനോടും ഞങ്ങളുടെ രണ്ടുപേരുടെയും എല്ലാ വിശ്വാസം അറിയിക്കുക. അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് 4 പേരും ഞങ്ങൾ 4 പേരും നല്ലോണം ഇതിൽ കയറിയിട്ടുണ്ട്. അതാണ് ടൈം ജോലി. അത് മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അതിന്റെ കുറിച്ചുള്ള നിങ്ങൾ ജോലി അപ്പൊ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ് ചെയ്യുന്ന അതിന്റെ ജോലിയുടെ ടെൻഷൻ ഉണ്ടാവും, ഇതിന്റെ ടെൻഷൻ ഉണ്ട്. അതെ, നമ്മുടെ അമ്മ പറഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ സമയങ്ങളിലൊക്കെ സബ്ടൈറ്റിൽസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനോട് അമ്മ പറഞ്ഞിരുന്ന കാര്യം അമ്മൂന് അന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിട്ടാണ് സബ്ടൈറ്റിൽസ്. സത്യം. വർത്താനൊക്കെ കേട്ട് വന്ന് ഇംഗ്ലീഷ് കൊറേ കാര്യങ്ങള് സെയിം ആയിട്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്ത് കൊറേ കാര്യങ്ങൾ, ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചോ. അപ്പൊ അതൊക്കെ അപ്പൊ എനിക്കറിയാം, ഞാൻ ഇവരുടെ കൂടെ തന്നെ ഞാനും എന്താ ഫിലീഷ്യസിന്റെ ഓരോ വളർച്ചയുടെ ഭാഗമായിരുന്നു എന്നാണെങ്കിൽ പറയാം. എല്ലാം ശരിക്കും കണ്ടിട്ടും അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ ചേട്ടൻ്റെ കൂടെ സംസാരിച്ചിരുന്നപ്പോ ഇങ്ങനത്തെ ഒരു അമ്മൂനെയും ആനന്ദുവിന്റെ കാര്യം നമുക്കൊന്നൊരു ഇതുപോലെ ഒരു എപ്പിസോഡായി ഇടുകയാണെങ്കിൽ ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. അതെ, ഫോളോ യുവർ പാഷൻ എന്ന് പറയുന്നത്, ഡ്രീം ഹൈ എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ സത്യം. അതിപ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം. ശരിയാ, പൈസയുടെ കാര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ഇല്ലാത്ത ഒരുപാട് സപ്പോർട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സത്യം പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പുറത്തേക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചേച്ചിയുടെ ഒരു വീഡിയോയില് ജാൻ ചേട്ടൻ എല്ലാം വിട്ടു തന്നു എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. എഡിറ്റിംഗ് എല്ലാം. അതെ,
പക്ഷെ ഇപ്പോ നോക്കുമ്പോ ചേച്ചിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം, എവിടെയാണ് എന്താണെന്നുള്ള. അതേപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അതന്നെയാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് ദേഷ്യം തോന്നുന്നു, സങ്കടം തോന്നുന്നു. അതെ, പിന്നെ ഫ്യൂച്ചറിൽ തിരിഞ്ഞു നോക്കുന്ന നല്ലൊരു ടൂളാണ് നമ്മളുടെ ഉള്ളത്. ആ നോളജ് ഇസ് വെരി ബിഗ്. നമുക്കിപ്പോ വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ജോലി ചെയ്ത് ജീവിക്കാം വേണമെങ്കിലേ. അപ്പൊ ഏത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാല് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപയോഗപ്പെടും തന്നെയാണ് എനിക്ക് അല്ലെ പറയാനുള്ളത്. നീ ഇതേപോലെ ഉയരങ്ങളിലോട്ട് മുന്നോട്ട് പോട്ടെ, കൂടുതൽ 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 ഇതേപോലെ ഓപ്പൺ എല്ലാ സ്ഥലങ്ങളിലും ഓപ്പൺ ചെയ്ത്. അപ്പൊ എനിക്കും എന്താ പറയാ പ്രൗഡ് മൊമെന്റ് ആണ് ഇതൊക്കെ. സത്യം പറയാൻ കൂടുതൽ പ്രൗഡ് മൊമെന്റ് വീണ്ടാസ്കറിമൊരു അയ്യോ, ഞങ്ങൾക്ക് ശരിക്കും ചേച്ചിയോടാണ് കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. ഇത് എന്താ പറയാ ഒഫീഷ്യൽ ആയിട്ടൊരു ടോക്ക് ഒന്നല്ല, ഞങ്ങള് ഇതേപോലെ നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാചകടിച്ചിരിക്കുക. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ പറയാ ഉപയോഗപ്രദമായ കാര്യം തോന്നുകയാണെങ്കിൽ ലൈഫിൽ അത് നിങ്ങളും പ്രാവർത്തികമാക്കുക. അത്രയും പറയാനുള്ളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ താങ്ക് യു. അപ്പൊ നാലത്തിപ്പത് ഇങ്ങനെ ഉറങ്ങി വീഴാൻ പോവാണ്. ബിരിയാണി കഴിച്ചിട്ട് ഡാൻസിങ് ടീ കുടിച്ചിട്ട് ബാക്കി നോക്കി 9 വർഷം എക്സ്പീരിയൻസ് ഞാൻ വയ്യണ്ടായി. ബിഹൈൻഡ് ദ ക്യാമറ ജാൻ ചേട്ടൻ. അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ബൈ.